കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കാലാകാലങ്ങളിൽ നാം ക്രിസ്തുവിൻ്റെ ജനനവുമായി കൊണ്ടാടുന്നു. ഈ ക്രിസ്മസും ക്രിസ്മസ് ഫാദറും തമ്മിൽ ദൈവസഭയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? വാസ്തവമായി വചനം നമ്മോട് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു പ്രവാചകന്മാർ അരുളിച്ചത് നിവൃത്തിയാകുകയും അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് തിരുവചനത്തിലൂടെ അരുളി ചെയ്യുകയും ചെയ്തു. പുത്രൻ ദൈവത്തിൻ്റെ തേജസ് അല്ലെങ്കിൽ മഹത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ തനി സ്വഭാവത്തിൻ്റെ പകർപ്പാണ്. ക്രിസ്തു തൻ്റെ തിരുവചനം കൊണ്ട് എല്ലാം ചേർത്ത് പിടിച്ചു. ഭൂവാസികളെ അവരുടെ പാപങ്ങളിൽ നിന്ന് തൻ്റെ ക്രൂശവണ്ണത്താൽ വിടുവിക്കുകയും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗെ നമുക്ക് വേണ്ടി പക്ഷപാതകം ചെയ്യുകയും ചെയ്യുന്നു. ഈ വലിയവനായ ക്രിസ്തുയേശുവിൻ്റെ ജനനം തിരുവചനപ്രകാരം സത്യമാണ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇതാണ് ജീവൻ്റെ സുവിശേഷം. എന്നാൽ നാം പല കെട്ടുകഥകളെയും സങ്കല്പങ്ങളുടെയും പിന്നാലെ പാഞ്ഞ് പലതും ആഘോഷമാക്കി ഈ കാലഘട്ടത്തിൽ തീർക്കുന്നു. തിരുവചനത്തിലെ പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, മുറ പട്ടണം, ഇന്ന് ടർക്കിയിൽ, അത് മൈറ എന്നുള്ള ദേശം, ദൈവകൃപയാൽ ഞങ്ങൾക്ക് അവിടെ സന്ദർശിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ ദേശത്തെ കടന്നു പോയപ്പോഴാണ് ഇന്നത്തെ ക്രിസ്തുമസിന് ആധാരമായിട്ട് ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്റർ, ആ കാലഘട്ടത്തിലെ ആദിമ ദൈവസഭയിലെ പാസ്റ്റർ അല്ലെങ്കിൽ ഒരു ബിഷപ്പ് നിക്കോൾസൻ്റേതായ സ്ഥലം സന്ദർശിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ആരംഭ ദൈവസഭയിൽ താൻ വളരെ ശക്തനായ ഒരു കർത്തൃദാസൻ ആയിരുന്നു. തിരുവചനം പറയും പ്രകാരം താൻ അത്ഭുതങ്ങളിലൂടെയും വീര്യപ്രവൃത്തികളിലൂടെയും തൻ്റെ ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണം ഇടയായി. തൻ്റെ ശുശ്രൂഷാ കാലങ്ങളിൽ അവിടെയുള്ള 3 സഹോദരിമാർക്ക് താൻ രഹസ്യത്തിൽ തൻ്റെ മാതാപിതാക്കളുടെ മരണശേഷം ഉള്ളതായ ഇൻഹെറിറ്റൻസ് ദാനം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. അതവരെ അടിമവേലയിൽ നിന്നും വിടിവിപ്പാൻ തക്കവണ്ണം ഇടയായി എന്ന് ഐതിഹ്യം പറയുന്നു. അതിനുശേഷം മൈറ എന്ന ദേശത്ത് ആ കാലഘട്ടത്തിലെ ലോകമെമ്പാടും ഭജിച്ചു വരുന്നവളായ ബർത്തമീസ് ദേവിയുടേതായ ക്ഷേത്രം കർത്തൃദാസൻ നിക്കോൾസണും തന്നോടുകൂടെയുള്ള വിശ്വാസികളും ഇടിച്ചു നിരത്തി അതിൻ്റെ വിഗ്രഹങ്ങൾ മൈറ എന്ന ദേശത്ത് ചിതറിക്കിടക്കുന്നു. ഈ ബിഷപ്പ് നിക്കോൾസൺ താൻ കുഞ്ഞുങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും കുഞ്ഞുങ്ങൾക്ക് സമ്മാന പൊതി നൽകിക്കൊടുക്കുകയും അനേകരെ ആ കാലഘട്ടത്തിൽ സഹായിക്കുകയും ചെയ്തു. തിരുവചനം പറയുന്നു, വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത്, രഹസ്യത്തിൽ കൊണ്ടുചെല്ലുന്ന ദാനം, ഈ വിഷയങ്ങളൊക്കെ എടുത്തു പഠിക്കേണ്ടതായ തിരുവചനത്തിലെ വിഷയങ്ങളാണ്. അതിനുശേഷം പിന്നീട് എപ്രകാരം ക്രിസ്മസ് ലോകമെമ്പാടും ആഘോഷിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഈ നിക്കോൾസൺ താൻ സാധുക്കളെ സഹായിച്ചതായ ആ ക്രിസ്ത്യാനി എന്നുള്ളതായ തൻ്റെ ആ പദവി പിന്നത്തേതിൽ
കോൺസ്റ്റന്റൈൻ ചക്രവർത്തി AD 325 ക്രിസ്തുവിൻ്റെ ജനനം ഡിസംബർ 25 എന്നുള്ളത് ആഘോഷിപ്പാൻ തക്കവണ്ണം അത് രേഖയാക്കി തീർപ്പ് കൽപ്പിച്ചു. 1609 ഡച്ച് കപ്പൽ സഞ്ചാരിയായ ഹെൻറി ഹഡ്സൺ താൻ തൻ്റെ യാത്രാമത്തിയെ ഇന്നത്തെ അമേരിക്കയുടെ പ്രദേശങ്ങളായ മാൻഹട്ടൻ്റെ പ്രദേശങ്ങളിൽ കടന്നു ചെല്ലുവാനും മാൻഹട്ടൻ ഐലൻഡ് തദ്ദേശവാസികളിൽ നിന്ന് വാങ്ങുവാനും തക്കവണ്ണം ഇടയായിത്തീർന്നു. അവിടെ ഡച്ച് കോളനി സ്ഥാപിക്കപ്പെട്ടു. 1609 ശേഷം ഡച്ചുകാർ അനവധി അവിടെ കൂടി വന്നപ്പോൾ 14 വർഷത്തിന് ശേഷം ഡച്ച് ഭാഷയിൽ സാന്റാക്ലോസ് എന്നുള്ള പദം സിൻഡർ ക്ലാസ് എന്നാണ്. ഈ സിൻഡർ ക്ലാസ് അവരെ ആഘോഷപരമായി ആഘോഷിക്കുകയും പരസ്പരം സമ്മാനങ്ങൾ കൈമാറ്റം ചെയ്യുവാനും തക്കവണ്ണം ഇടയായിത്തീർന്നു. പിന്നെയും കാലങ്ങൾ കഴിഞ്ഞു. ഈ ഡച്ച് കോളനി 1664 ആംഗ്ലോ ഡച്ച് യുദ്ധം നടന്നു. അവർ അന്നത്തെ ഇംഗ്ലണ്ടിലെ രാജാവായ കിങ് ചാൾസുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി. ചാൾസിൻ്റെ സഹോദരൻ ഡ്യൂക്ക് ഓഫ് യോർക്ക്, അന്ന് ഡച്ച് കോളനിയുടെ പേര് ന്യൂ നെതർലാൻഡ് എന്നുള്ളതാണ്. ആ ന്യൂ നെതർലാൻഡ് എന്നുള്ളതായി പേര് മാറ്റി താൻ ന്യൂയോർക്ക് എന്ന പേരാക്കി മാറ്റി. ഡ്യൂക്ക് ഓഫ് യോർക്കിൻ്റെ ബഹുമാനാർത്ഥം പേര് മാറ്റിയതിനാൽ ഇന്നത്തെ ന്യൂയോർക്ക് ഉളവാകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. എന്നാൽ 1840 ബ്രിട്ടനിൽ ക്വീൻ വിക്ടോറിയ ജർമ്മൻ പ്രിൻസ് ആൽബർട്ടിനെ വിവാഹം കഴിച്ചപ്പോൾ വിക്ടോറിയ ക്രിസ്മസ് ട്രീകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ വളരെ ആകൃഷ്ടയായിത്തീർന്നു. അങ്ങനെ പ്രിൻസ് ആൽബർട്ടും വിക്ടോറിയയും ചേർന്ന് എല്ലാ ആഘോഷങ്ങളും സാന്റാക്ലോസ് എന്ന പരിപാടിയിലേക്ക് കൊണ്ടുവരികയും അത് പിന്നീട് ക്രിസ്മസ് ആഘോഷമാക്കി മാറ്റി തീർക്കുകയും ചെയ്തു. ഇതാണ് ഇതിലെ കഥകളെല്ലാം ഇരിക്കുന്നത്. ഇന്ന് ഇതോടുകൂടെ നല്ല ചുവന്ന കുപ്പായ വിട്ട് ധരിച്ചു വരുന്നതായ ക്രിസ്മസ് അപ്പൂപ്പൻ, എൽഫ്, റെയിൻഡിയർ, ക്രിസ്മസ് അപ്പൂപ്പൻ സഞ്ചരിക്കുന്നതായ രഥങ്ങൾ, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞതായ സമ്മാനപ്പൊതികൾ, ഇതെല്ലാം ഉണ്ട്. ക്രിസ്തുവില്ലാതെ ക്രിസ്മസ് ആഘോഷിക്കുന്നതായ ലോക മാനവജാതി ഒരുവൻ്റെ ഉള്ളിൽ ക്രിസ്തു എന്ന് പിറക്കുന്നു അന്ന് തൊട്ട് അവൻ വാസ്തവമായി ക്രിസ്മസ് ആഘോഷിക്കും. തന്നെ പാപാന്തകാരമായ അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇരുളിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നടത്തിയ ദൈവത്തെ എത്രമാത്രം സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യണം. ഇതുകൊണ്ട് നാം ഈ ആഘോഷത്തിൻ്റെ പിന്നാലെ പോകണമോ? ഈ വീഡിയോ ഒരു വാഗ്വാദത്തിനായിട്ടല്ല. പ്രിയ ദൈവമക്കളുടെ മുമ്പോട്ടുള്ളതായ പഠനം നിങ്ങൾക്ക് ഇത് കൂടുതൽ പഠിപ്പാനും ഷെയർ ചെയ്യുവാനും, സത്യം മനസ്സിലാക്കിയാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നുള്ള ക്രിസ്തുയേശുവിൻ്റേതായ ആ സത്യം ഒന്ന് മനസ്സിലാക്കുവാൻ തക്കോണം ഈ വീഡിയോ മുഖാന്തരം ഇടയാകട്ടെ. കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ നിർത്തുന്നു.